ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജി, അതിനെക്കുറിച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. BPC 146 ഇതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം എന്താണ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജി, എന്താണ് ഇതിൻ്റെ ആവശ്യകത, എന്താണ് ഈ കാലഘട്ടത്തിൽ പ്രാധാന്യം, ഇൻഡസ്ട്രിയൽ സൈക്കോളജി ഇത്രയും പ്രാധാന്യം വരാനുള്ള കാരണം. സൈക്കോളജി ഒരു കാലത്ത് എടുക്കുമ്പോൾ അത്ര ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജിയെ ബേസ് ചെയ്തതായിരുന്നില്ല, അല്ലെങ്കിൽ അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. പക്ഷെ കാലം മാറിയപ്പോൾ കൂടുതലും ഇൻഡസ്ട്രിയെ ബേസ് ചെയ്തിട്ട് നമ്മൾ നീങ്ങുമ്പോൾ നമ്മുടെ ഏത് സമൂഹവും ഒരു ഇൻഡസ്ട്രിയൽ എന്ന് നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കാർഷികമായ മേഖലയായിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതലും വ്യാവസായിക മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടി വരിക. അതിന് ആദ്യത്തെ ഒരു കാരണം ഗ്ലോബലൈസേഷൻ തന്നെയാണ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ തന്നെ വന്നപ്പോൾ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഓരോ മാറ്റത്തിനും അനുസൃതമായിട്ട് നമുക്ക് ഓർഗനൈസേഷനെ മാറ്റേണ്ടി വരിക. ജനങ്ങളുടെ ആവശ്യം മാറുന്നതനുസരിച്ച് വ്യാവസായിക മേഖലകൾ വളരേണ്ടി വരിക. ആവശ്യങ്ങളും അനുസരിച്ച് പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച്, ജനസാന്ദ്രത വരുന്നതനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ മാറുക. കൂടാതെ വ്യാവസായിക ഡെവലപ്മെൻറ്റ് ഒരാവശ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കും പട്ടണങ്ങളിൽ നിന്ന് നമ്മൾ സിറ്റിയിലേക്കൊക്കെ നമ്മൾ പോന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു 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 വ്യതിയാനം മനുഷ്യന് മാനസികമായി ചേരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്ത് വ്യാവസായിക മേഖല എന്ന് പറയുന്നത് ബോംബെ പോലെയുള്ള പട്ടണങ്ങളായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഏത് സംസ്ഥാനത്തിൻ്റെയും ആവശ്യം അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റാണ്, ഒരു വ്യാവസായികമായ പുരോഗതിയാണ് ആവശ്യം വരിക. പിന്നെ ഒരു വ്യവസായം മറ്റുള്ള വ്യവസായം തമ്മിൽ വളരെമായ ബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ പല സ്ഥലങ്ങളിലും ഒരു സാധനം ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ ഒരു കമ്പോണൻറ്റ്, അതിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കും ഒരിടത്ത് നമ്മൾ നിർമ്മിക്കുക. അപ്പം അത് മറ്റുള്ള ഭാഗങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് കഴിയുമ്പോഴേ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് ഓരോ ഭാഗവുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോഴും വ്യവസായപരമായിട്ട് ആൾക്കാർ മാറുമ്പോൾ, ഗ്രാമങ്ങളിൽ നിന്ന് മാറുമ്പോൾ വ്യവസായ മേഖലകളിലേക്ക് മാറുമ്പോൾ വ്യവസായ മേഖലകളുടെ വളർച്ച അനിവാര്യമായി വരും. അപ്പം അതനുസരിച്ച് ചുറ്റുപാടുകളിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഓരോ മനുഷ്യൻ്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് അവനെ അതിനു വേണ്ടി സ്യൂട്ട് ചെയ്യില്ല, അതിനുവേണ്ടി നമ്മൾ ചേർക്കുക. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് മാനസികമായ ധാരാളം പ്രശ്നങ്ങൾ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു വ്യവസായ മേഖലയിൽ ഉണ്ടാകും. അപ്പോൾ ഇതുകൊണ്ടൊരു വ്യവസായ മേഖലയ്ക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കുന്നത് നമ്മുടെ ഒരു ആവശ്യമായിരിക്കും. അപ്പോൾ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ്, ഉദാഹരണത്തിന് ഒരു കുടുംബം അവിടെ വരുമ്പോൾ നമ്മൾ ബേസിക് അടിസ്ഥാനപരമായിട്ട് ഒരു കുടുംബത്തിൻ്റെ മാറ്റം, അതുകൂടാതെ അവിടെ ഉണ്ടാകുന്നതായ വ്യാവസായികപരമായിട്ടുണ്ടാകുന്ന തൊഴിലാളി യൂണിയനുകൾ, ഇവർ ഒരെണ്ണം വരുമ്പോൾ പല വേറെ തൊഴിലാളി സംഘടനകൾ വരിക. ഇങ്ങനെ വരുമ്പോഴത്തേക്കുണ്ടാകുന്നതായ പ്രശ്നങ്ങൾ, വ്യക്തിപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വ്യാവസായിക മേഖലയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവരിലുണ്ടാകുന്ന മാനസിക ശാരീരികമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഓർഗനൈസേഷൻ സൈക്കോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതാണ് ഓർഗനൈസേഷൻ സൈക്കോളജിയുടെ ഈ കാലഘട്ടത്തിലെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യാവസായിക മേഖല എന്തെങ്കിലും ഒന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുക. അപ്പം അവിടെ ഉണ്ടാകുന്ന അന്ന് സൈക്കോളജിസ്റ്റിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാനസികമായി ഉണ്ടാകുന്ന, അവരെ മാനസികമായിട്ട് അതിനു വേണ്ടി എക്യുപ്പ് ചെയ്യുക, അവരെ ഉപയോഗിക്കുക. അവർ തമ്മിലുണ്ടാകുന്നതായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുകൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വ്യവസായ മേഖലകളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് വ്യക്തികളുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയുമായി ഇൻഡസ്ട്രിയുമായിട്ടുള്ള മാനസികമായ പൊരുത്തങ്ങൾ ഉണ്ടാക്കുക. അപ്പം ആ വ്യക്തിയുടെ മാനസികമായ നിലയനുസരിച്ചാണ് ആ വ്യവസായത്തിൻ്റെ പുരോഗതികൾ ഉണ്ടാകുക, പ്രൊഡക്ഷൻ കൂട്ടുക. അപ്പം ഏതെങ്കിലും ഒരു 2-3 പേര് കൂടിക്കൊണ്ട്
ഏതെങ്കിലും പ്രത്യേക ഒരു കോമൺ ഗോൾ വെച്ചുകൊണ്ട്, ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട്, അപ്പം ഏതെങ്കിലും ഒരു വ്യാവസായികമായി എന്തെങ്കിലും ഒരു ഉൽപ്പാദനം നടത്തുന്നതാണ് നമ്മൾ വ്യവസായം എന്ന് പറയുന്നത്. അതാണ് ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ഓരോ ഉപകരണങ്ങളും അവൻ്റെ മാനസികമായിട്ട് അവനെ ബാധിക്കാവുന്നതാണ്. ഒരു അതിൻ്റെ ചുറ്റുപാടുകൾ, അതിലുള്ളത് ലൈറ്റിങ്, വെളിച്ചം, വായുകരണ സംഗതി, അതിൻ്റെ ഘടന, അതിനകത്ത് ആൾക്കാരിരിക്കുന്ന സ്ഥലങ്ങൾ, അവരുപയോഗിക്കുന്ന മെഷീനറികൾ, അപ്പോൾ ഇത് അവരുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവർ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റിൻ്റെ മെയിനായിട്ട് മുഖ്യമായ ധാരയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇതായിരുന്നു. ഓർഗനൈസേഷൻ സൈക്കോളജി എന്ന് വരുമ്പോൾ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് ഉള്ള പഠനമാണ്. അപ്പോൾ ആ ഓർഗനൈസേഷനകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അവർ തമ്മിലുണ്ടാകുന്ന മാനസികമായ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അവരുണ്ടാകുന്ന ലീഡർഷിപ്പ് രീതികൾ, പ്രത്യേകിച്ച് പല രീതിയിലുള്ള, പല ഇൻഡസ്ട്രിയിലും പല രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് ആവശ്യം വേണ്ടി വരും. എപ്പോഴും നമ്മൾ ഡെമോക്രാറ്റിക് വേ, ഒരു ജനാധിപത്യപരമായ ലീഡർഷിപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിലും പല ഓർഗനൈസേഷനിലും ചിലപ്പം ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് ഉണ്ടാകേണ്ട ആവശ്യങ്ങൾ വരാം. അതായത് പറയുന്നത് താഴേക്ക് കേൾക്കുക, അതാണ് ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് എന്ന് പറയുന്നത്. ജനാധിപത്യപരമായെന്ന് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ചിന്തിച്ച് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, അതിനൊരു കോമൺ ആയിട്ടുള്ള ഇത് ഉണ്ടാകും. അങ്ങനെയുള്ളിടത്ത് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നതായിരിക്കും. പിന്നെ ചില ഓർഗനൈസേഷൻ ലേസി ഫെയർ ലീഡേഴ്സ് ഉണ്ടാകാം. കാരണം അവർക്ക് ഇതിനകത്ത് യാതൊരു താല്പര്യവുമില്ല. കൈ കഴുകുക, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്തമുള്ളത്, കുത്തഴിഞ്ഞതായ ഒരു വ്യവസായം, അത് വളരാൻ പറ്റില്ല. പിന്നെ നമുക്കുണ്ടാകുന്ന ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധമില്ലാത്തതാണ്. കരിസ്മാറ്റിക് ലീഡർ, ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ്, സിറ്റുവേഷണൽ ലീഡർഷിപ്പ്, അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ച് ഒരു ലീഡർ ഉണ്ടാകുക, അതിനെ കൈകാര്യം ചെയ്യുക, അവർ തമ്മിലുള്ളതായ മാനസികമായ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക, അതാണ് ഓർഗനൈസേഷൻ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് രണ്ടും ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് പഠിക്കേണ്ട ആവശ്യമാണ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജി ഒരു ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത്, OB എന്ന് പറയുന്നത്, അതിനകത്ത് ഓർഗനൈസേഷൻ ബിഹേവിയർ ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഗ്രൂപ്പ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനായിട്ടുള്ള അവരുടെ വ്യക്തികളും ഗ്രൂപ്പുകളും തമ്മിലുള്ളതായ മാനസികമായ പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് നടക്കുന്നത്. ഇതൊരു സയൻറ്റിഫിക്കലും പ്രാക്ടിക്കൽ ഒരു മെത്തേഡാണ്. ശാസ്ത്രീയമായതും നടപ്പിലാക്കാൻ പറ്റുന്നതുമായ ഉള്ള പ്രശ്നങ്ങളെ കുറിച്ച് അത് മാനേജ് ചെയ്യുന്നതിനാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. വ്യക്തികൾ തമ്മിലുണ്ടാകുക, ആ ഓർഗനൈസേഷനകത്തുണ്ടാകുന്നതായ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, അവരെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അവരെ ശാസ്ത്രീയമായിട്ട് ഏതായിട്ട് പ്രാക്ടിക്കലായിട്ട് അവരുടെ പ്രോബ്ലംസ് മാനേജ് ചെയ്യുക. അപ്പോൾ ഏത് ഓർഗനൈസേഷനിലും പ്രശ്നങ്ങളുണ്ടാകാം, വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം, ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം, വ്യക്തികളുടെ ഇൻറ്റേർണലായിട്ട് ഒരു വ്യക്തികൾക്ക് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകാം, രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന, ഗ്രൂപ്പിനകത്ത് പ്രശ്നങ്ങളാകാം, ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളാകാം. ഇത്രയും കാര്യങ്ങൾ ഈ ഓർഗനൈസേഷൻ ബിഹേവിയർ നമ്മൾ കാണണം. ഇപ്പം എന്താണ് ഗ്രൂപ്പ്, ഏത് തരത്തിലുള്ള ഗ്രൂപ്പുണ്ട്, ഓരോ ഓർഗനൈസേഷൻ ഏത് തരത്തിലുള്ള ഗ്രൂപ്പാണുള്ളത്, അത് ആ ഗ്രൂപ്പിനകത്തുള്ള ലീഡേഴ്സ് ഏത് തരത്തിലാണ്, എന്നിട്ട് അവർ തമ്മിലുണ്ടാകുന്ന പ്രോബ്ലം എന്താണ്, അതിനെ പരിഹരിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഓർഗനൈസേഷൻ ബിഹേവിയർ. എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനും, അതായത് എഞ്ചിനീയറിംഗ് സൈക്കോളജി, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് സൈക്കോളജി എന്ന് പറയാം. വർക്ക് എൻവയോൺമെൻറ്റ് മാറ്റുക, വർക്ക് ചുറ്റുപാടുകൾ മാറ്റുക, അതിനെ അവരുടെ മനുഷ്യമായ കഴിവുകളുമായിട്ട് താരതമ്യപ്പെടുത്തുക, അവരുടെ ടാലൻറ്റിനെ വളർത്തിക്കൊണ്ടുവരിക. ആ ഒരു എഞ്ചിനീയറിംഗ് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനെ ഡിസൈൻ ചെയ്യുക, മെഷീനറി ഡിസൈൻ ചെയ്യുക, ടൂൾസ് ഡിസൈൻ ചെയ്യുക, അങ്ങനെ ഒരു മനുഷ്യൻ്റെ പരിമിതികളെക്കുറിച്ച് കണ്ടുപിടിക്കുക. ഇത്രയും കാര്യങ്ങൾ ഉണ്ട്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് സൈക്കോളജി എന്നാണ്. എഞ്ചിനീയറിംഗ് സൈക്കോളജി ഇവിടെ എഞ്ചിനീയറിംഗ് ഒരു വ്യക്തി, ഒരു സ്ഥാപനത്തിൻ്റെ എഞ്ചിനീയറിംഗ് അല്ല, സ്ഥാപനവും വ്യക്തികളും തമ്മിലുള്ള പഠനം. ഒരു സ്ഥാപനത്തിലേക്ക് വ്യക്തികളെ എങ്ങനെ നമ്മൾ കൊണ്ടുവരണം, എങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കണം, അവരുപയോഗിക്കുന്ന ടൂൾസ് എങ്ങനെ വ്യക്തികളുമായിട്ട് നമുക്ക് ബന്ധപ്പെടണം,
അപ്പോൾ ഇവിടെ സെലക്ഷൻ ഉണ്ടാകാം. ഒരാളുടെ സെലക്ഷൻ എങ്ങനെ സെലക്ട് ചെയ്യുന്നു, ഓരോ ജോലിക്കും ആരെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു, ആ ഓർഗനൈസേഷൻ, ആ ഇൻഡസ്ട്രിക്ക് ഇങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ ഇത് ചെയ്യുന്നു. അപ്പം ഇവിടെ സെലക്ഷനും അവരെ ഗ്രൂമിങ്, അവരെ ട്രെയിനിങ് നടത്തുക, അവർക്ക് വേണ്ടതായ ട്രെയിനിങ് പരിശീലനങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ടതായ മോട്ടിവേഷൻ കൊടുക്കുക, അവരുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നന്നാക്കുക, അവരുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന ഫാക്ടിക്, അത് തൊഴിലാളികൾക്കുണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരെണ്ണമാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ബിഹേവിയറിനകത്ത് ഉള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വൊക്കേഷണൽ കരിയർ കൗൺസിലിംഗ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സൈക്കോളജിയിലെ ഓർഗനൈസേഷനും ഇൻഡസ്ട്രിയും തമ്മിലുള്ള പ്രശ്നം, ലിങ്ക് ബിറ്റ്വീൻ ഓർഗനൈസേഷൻ കൗൺസിലിംഗ് ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജി. അപ്പോൾ ഓരോ ആൾക്കാരെ ഓരോ ഇതിലേക്ക് എടുക്കുമ്പോഴേ ഓരോ ഇൻഡിവിജ്വലിനെയും അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ ഹെൽപ്പ് ചെയ്യാം. ലൈഫ് ലോങ് ഗോൾസ് നമ്മൾ വെക്കുക, അവരുടെ റോൾ എന്താണെന്ന് വെക്കുക, പ്രോബ്ലം എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞ് വെക്കുക, അവരുടെ ആ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് വൊക്കേഷണൽ കരിയർ. ഏത് വൊക്കേഷൻ ഒരു വ്യക്തി നമ്മൾ എടുക്കുമ്പം ആ വ്യക്തിയുടെ കഴിവിനനുസരിച്ച് വേണ്ട ജോലിയിലേക്ക് അല്ലെങ്കിൽ ജോലിക്ക് ആവശ്യമുള്ള കഴിവുകളുള്ള ആൾക്കാരെ നമ്മൾ എടുക്കുക. അപ്പം വൊക്കേഷൻ, ഇപ്പോൾ ഒരു ടീച്ചിങ്ങിന് യാതൊരു താല്പര്യം ഇല്ലാത്ത ഒരാളെ ടീച്ചിങ്ങിലേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇയാൾ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുക. എന്താണ് ആപ്റ്റിറ്റ്യൂഡ് മാത്രം പോരാ, ഈ ഇൻഡസ്ട്രിയുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവരെ ഫോം ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ഇവരെ മാറ്റിയെടുക്കുന്നതായ പരിശീലനം കൊടുക്കുന്നതാണ് വൊക്കേഷണൽ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരെ ചൂസ് ചെയ്യുമ്പോൾ, സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ മാനസികമായ പ്രശ്നങ്ങൾ, അവർ ഈ സൂട്ടബിൾ ആണോ, ഈ ജോലിക്ക് സൂട്ടബിൾ ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ജോലിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് അനുസൃതമായി ആ വ്യക്തികൾ ചേരുന്നതനുസരിച്ചുള്ളതായ തൊഴിലേക്ക് അവരെ കൊണ്ടുവരിക. അപ്പം മാർക്കറ്റിങ്ങിന് താല്പര്യം, ഒരു എക്സ്ട്രോവായിട്ടുള്ള ഒരാളെ നമ്മൾ മാർക്കറ്റിംഗിൽ ഇട്ടാൽ കുഴപ്പമുണ്ടാകില്ല. ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാൾ ചിലപ്പോൾ മാർക്കറ്റിംഗിൽ ഇട്ടാൽ ശരിയാകണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടുപിടിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് പരിശീലനങ്ങൾ കൊടുത്ത് അവരെ വളർത്തിയെടുക്കാനായിട്ടാണ് വൊക്കേഷണൽ കരിയർ ഗൈഡൻസ് വെച്ചിരിക്കുന്നത്. മെയിൻലി ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽസ് നമ്മൾ ഉണ്ടാകുക, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയാണെന്ന് ചെയ്യുക, അതിനുള്ള പരിശീലനം കൊടുക്കുക. സെൽഫ് മോട്ടിവേഷൻ, ദാറ്റ്സ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. സെൽഫ് മോട്ടിവേഷൻ, അവർ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതാണ് വൊക്കേഷണൽ കരിയർ ഗൈഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷൻ ഡെവലപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ പ്രോബ്ലംസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്ത്, പ്രോബ്ലംസ് ഇല്ലാത്തതുണ്ടാകില്ല. ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട്, ഒരു സൈക്കോളജി കാറ്റലിസ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് ആ ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്ക് വേണ്ടതായ ഡെവലപ്മെൻറ്റ്. ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ബിസിനസ്സോ അതിൻ്റെ പ്രൊഡക്റ്റ് മാത്രമല്ല, അതിനകത്ത് ഓവറോൾ ഒരു ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ എല്ലാ രീതിയിലും വളരണം. അതിന് പ്രൊഡക്റ്റ് ഉണ്ടാകണം, പ്രൊഡക്റ്റ് ഉണ്ടായാൽ മാത്രം പോരാ, അത് ലാഭമായിട്ടുണ്ടാകണം, വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അതിൻ്റെ ലാഭങ്ങളുണ്ടാകണം, കാലങ്ങൾക്കനുസരിച്ച് ഓർഗനൈസേഷൻ മാറ്റങ്ങൾ വരണം, അത് കാലങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ അതിനകത്തുണ്ടാകണം, എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കണം. വെൽ ബാലൻസ്ഡ് ആയിട്ട് വരുമ്പോഴേ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് വ്യക്തികളും കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനവുമായിട്ട്, വ്യവസായ സ്ഥാപനത്തിന് ഓവറോൾ പെർഫോമൻസ് നന്നായിരിക്കും. അതായത് എന്ത് ബാലൻസ് നമ്മൾ കൂട്ടി വരുമ്പോഴത്തേക്ക് അതിനകത്തുള്ളത് പ്രോഫിറ്റ് എന്ന് പറയും. പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ വേണം. കാരണം ഒരു വ്യവസായം ഒരേ രീതിയിൽ തന്നെ കാലങ്ങൾക്ക് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രശ്നവും. ഉദാഹരണത്തിന് നമ്മൾ കാറിൻ്റെ മേഖലകൾ തന്നെ എടുക്കാം. കാലാകാലങ്ങളിൽ നമുക്ക് കാറിൻ്റെ മേഖലകളിൽ മാറ്റം വന്നിട്ടുണ്ട്. കാരണം നേരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 2 കാറുകളാണ് നമ്മുടെ മനസ്സിലുണ്ടാകുക. ഈ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. ഒന്ന് അംബാസഡറും ഒന്ന് ഫിയറ്റും. പക്ഷെ ഇപ്പം നമ്മൾ വന്ന് ആയിരക്കണക്കിന് കാറുകളുടെ ശേഖരങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാകും. പല കമ്പനികളും വന്നു, കാറിൻ്റെ മോഡലുകൾക്ക് വ്യത്യാസം വന്നു, പെട്രോളിന് പകരം ഇലക്ട്രിക്കലായി. ഇനി അതിൽ നിന്ന് മാറുന്നുണ്ടാവും. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ പെട്രോളായിരുന്നു പ്രാധാന്യം, അത് കഴിഞ്ഞപ്പോൾ ഡീസലായി, പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഗ്യാസായി, പിന്നെ ഇപ്പം ഇലക്ട്രിക്കലായി.
അപ്പം ഇനി മാറ്റങ്ങൾ വരും, മാറ്റങ്ങൾ അനുസരിച്ച് നമ്മൾ വരണം. അപ്പം കമ്പനി ആവശ്യത്തിനനുസരിച്ച് അല്ലെ ആൾക്കാരുടെ ആവശ്യമനുസരിച്ച് കമ്പനിക്ക് മാറേണ്ട കാര്യങ്ങൾ. അപ്പം അങ്ങനെ വരുമ്പോഴേ നമുക്ക് അതിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഒരേ പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിനകത്ത് കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കുന്നത് മാത്രമല്ല, ലോങ് റണ്ണിൽ കമ്പനി നിലനിൽക്കുന്നതായ ഒരു പ്രവർത്തനം കൂടെ വേണം. അതാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ലോങ് റേഞ്ചും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഫേർട്ടായിരിക്കണം. അത് മാനേജ്മെൻറ്റിന് സപ്പോർട്ട് വേണം. ഓർഗനൈസേഷനുള്ള പ്രോബ്ലംസിനെ നമ്മൾ ചെയ്യണം. ഒരു ഓർഗനൈസേഷൻ റിന്യൂവൽ പ്രോസസ്സ്, എപ്പോഴും മാറ്റം വരുന്നതായ പ്രോസസ്സുകൾ നമ്മൾ ചെയ്യണം. അപ്പം നമ്മളൊരു ചേഞ്ച് ഏജൻ്റായിട്ട് ഒരു കാറ്റലിസ്റ്റായിട്ട് നിന്നുകൊണ്ട് ഇതിനനുസരിച്ച് ആ ഒരു ഓർഗനൈസേഷനെ ഡെവലപ്പ് ചെയ്യുമ്പോഴേ, ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് വളർത്തുമ്പോഴേ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ പറയുള്ളൂ. ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ്, ഇതിനകത്ത് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് പ്രാധാന്യമാണ്. ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ഇൻഡസ്ട്രി ആൻഡ് റിലേഷനുമാണ്. ഹെൻസ് അഡ്രസ് ദ റിലേഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിനകത്ത് മെഷീൻസ് അല്ല, മാനേജ്മെൻറ്റും തൊഴിലാളികളുടെ തമ്മിലുള്ളതായ ആ എംപ്ലോയീസിൻ്റെ ഗ്രൂപ്പിനകത്തുള്ളതായ ആ റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിയനെ സംബന്ധിച്ചുള്ള തൊഴിലാളി സംഘടനകളെ സംബന്ധിച്ച് അപ്പോൾ ഇവരെല്ലാം കൂടെയുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ അത് ചെയ്യുന്നതാണ്, അത് മനസ്സിലാക്കുന്നതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനെ ഇൻഡസ്ട്രിയൽ അപ്പോൾ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിനകത്ത് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിനെ ഡെവലപ്പ് ചെയ്യാനാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അടുത്ത ഒരു ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ ഓർഗനൈസേഷൻ വ്യക്തികളുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക. അതുപോലെ ഇൻഡസ്ട്രിയൽ റിലേഷൻ, ഇൻഡസ്ട്രിയും അതായത് എംപ്ലോയറും എംപ്ലോയീസുമായിട്ടുള്ള, എംപ്ലോയീസും തമ്മിലുള്ള, എംപ്ലോയീസും യൂണിയനും തമ്മിലുള്ള, യൂണിയനും ഇൻഡസ്ട്രിയും തമ്മിലുള്ള, അല്ലെങ്കിൽ അതിൻ്റെ മാനേജറിയൽ ആയിട്ടുള്ള ബന്ധം, ഇതിനെക്കുറിച്ചാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഓർഗനൈസേഷനെ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് റിസർച്ച് നടത്തണം. ആ റിസർച്ചിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക, അല്ല റിസർച്ചിന് എന്തൊക്കെയാണ് നമ്മളുള്ളത്, എന്തൊക്കെ മനസ്സിലാക്കിയാണ് നമ്മൾ റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ റിസർച്ചിനുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലമാണ്. അതായത് സാംസങ് എന്ന് പറയുന്ന കമ്പനിയുടെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, പിന്നെ സാംസങ് എന്ന് പറയുന്ന കമ്പനിയുടെ ക്യാമറ ഇറങ്ങുമ്പോൾ ആദ്യത്തെ അവരുടെ കോമ്പറ്റൻ്റ് എന്ന് പറയുന്നത് ഐഫോൺസ് ആണ്. അപ്പോൾ ഐഫോൺസിൻ്റെ അത്രയും അവരുടെ ക്യാമറയില്ല, അതായത് മൊബൈൽ ഫോണിൻ്റെ ക്യാമറയെ അവർ ഡെവലപ്പ് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം എന്ന് പറയുന്നത് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ മൊബൈൽ ഫോൺ, ക്വാളിറ്റി ഓഫ് ദ ക്യാമറ ഓഫ് ദ മൊബൈൽ ഫോൺ. ഒരു മൊബൈൽ ഫോണിൻ്റെ ക്യാമറയുടെ ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലമായി. വേറെ വാങ്ങാം, ഇത് മാത്രം വേണമെന്നില്ല. അടുത്ത വർഷത്തേക്ക് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ്, അടുത്ത വർഷത്തേക്ക് നമ്മൾ എന്തുമാത്രം പ്രോഡക്റ്റ്, എന്തുമാത്രം ലാഭം നമ്മുടെ കമ്പനി ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കാം. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലമാണ്. ഇല്ലെങ്കിൽ ഈ വരുന്ന ഒരു വർഷം, അല്ലെങ്കിൽ വരുന്ന നാളുകൾക്ക് ഇതിനകത്ത് എംപ്ലോയറും തമ്മിൽ യാതൊരു ബഹളങ്ങളും ഉണ്ടാക്കാൻ പാടില്ല. അല്ലെങ്കിൽ അടുത്ത വർഷം ഇതേസമയം നമ്മുടെ കമ്പനി ഇന്ന കാര്യത്തിലേക്ക് ഉള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ എടുക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലമായി. അപ്പം റിസർച്ച്, ഒരു ഇൻഡസ്ട്രി റിസർച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം എന്തിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആദ്യം എടുക്കുക. ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ റിസർച്ച്. ഇത് ഓർഗനൈസേഷന് മാത്രമല്ല, ഏത് റിസർച്ചിലും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസൈൻ ദ റിസർച്ച് സ്റ്റഡി. എങ്ങനെ നമ്മൾ ഈ റിസർച്ച് നടത്തും, ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് നമ്മളതിനകത്തുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ദറ്റ് ഈസ് ആക്ച്വലി നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു, ആ സ്റ്റേറ്റ്മെൻറ്റ് അത് പറഞ്ഞു, ആ റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യാം. ഇന്നതാണ് അതിനകത്തുള്ള റിസൾട്ട്, അല്ലെ ഇന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് നമ്മൾ ഒരു റിസർച്ച് ഡിസൈൻ ചെയ്യാം. ഒരു സ്ട്രക്ചർ വേണം. സാറിന് പണ്ടൊക്കെ നമ്മൾ ഒരു കമ്പ്യൂട്ടർ കിട്ടും പ്രോഗ്രാം ചെയ്യാനായിട്ട് പ്രോഗ്രാം ചാർട്ട് എന്ന് പറഞ്ഞുണ്ടായിരുന്നു.
അപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിന് ചാർട്ട് വരയ്ക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. സെക്കൻഡ് ഡിസൈൻ റിസർച്ച് എങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഓവറോൾ തീരുമാനം എടുക്കാം. ദെൻ മെഷർമെൻറ്റ് ഓഫ് ദ എന്തൊക്കെ വേരിയബിൾസ് നമ്മൾ നോക്കണം, ഏതൊക്കെ വേരിയബിൾസ് ആണ് ചെയ്യുന്നത്, എന്തിനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ, ഒരു ചെരുപ്പ് കമ്പനിയുടെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ കൂട്ടാം. അപ്പം ആ എങ്ങനെ കൂട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെയുള്ള നമുക്ക് കിട്ടുന്നതായ സാധനങ്ങളെക്കുറിച്ച്, റോ മെറ്റീരിയൽസിനെ കുറിച്ച്, എന്തൊക്കെ കിട്ടും, എവിടെയൊക്കെ കിട്ടും, എന്തൊക്കെ നമ്മൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സ്റ്റഡി നടത്തണം. അപ്പം എന്നിട്ട് അതിനെ മെഷർ ചെയ്യുക, അളക്കുക, ഇതെന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ അളക്കുക. അപ്പം വേരിയബിൾസ്, ഓരോ വേരിയബിൾസ് എന്താണ്, ആ വേരിയബിൾസിന് എന്താണ് കിട്ടുന്നത്, ആ വേരിയബിൾസ് എന്തൊക്കെ വേരിയബിൾസിനെയാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്, അല്ലെ എന്തൊക്കെ വേരിയബിൾസാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം അതിനെ ഒന്ന് തുകെടുക്കും. ദെൻ അനലൈസ് ദ ഡേറ്റ നമ്മൾ കിട്ടുന്ന അതിൻ്റെ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യാം. ഈ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൺക്ലൂഷൻ ഫ്രം ദ റിസർച്ച്, നമ്മൾ കിട്ടിയത് എന്താണ്, ഈ റിസർച്ചിൻ്റെ പരിണിത ഫലം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത റിസർച്ചിൻ്റെ ആകത്തുക എന്താണ്, അല്ലെങ്കിൽ അതിന് കിട്ടിയിരിക്കുന്നതായ റിസൾട്ട് എന്താണ്. അത് ഉദാഹരണം നമ്മൾ തുടങ്ങി അവിടെ തന്നെ വരാം. സാംസങ് എന്ന് പറഞ്ഞ കമ്പനി അവരുടെ ക്യാമറകൾ, മൊബൈൽ ഫോണിൻ്റെ ക്യാമറകളുടെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ദ ക്യാമറാസ്. അത് നമ്മൾ സ്റ്റഡി ഇതെങ്ങനെയൊക്കെ നടത്തണം. ഇത് നടത്തണം എന്ന് വെച്ചാൽ ഓടിക്കുന്നത് നമ്മൾ നടത്തുകയല്ല. ഇതിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് വേണം, ഇതിന് ഏതൊക്കെയാണ് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ലെൻസ് എങ്ങനെയായിരിക്കും, ഇതിനകത്ത് ഉപയോഗിക്കുന്നതായ ബാറ്ററി ഏത് തരത്തിലുള്ളത് വേണം, ഇപ്പോൾ ഡിസൈൻ ചെയ്യണം. അപ്പം അതിൻ്റെ കറണ്ട് കിട്ടുന്നതുകൊണ്ടാണോ, അതിന് നമുക്ക് കുറവുള്ളത് കൊണ്ടാണോ, ലൈറ്റ് കുറവുള്ളത് കൊണ്ടാണോ റിസൾട്ട് കിട്ടാത്തത്, അല്ല റൈറ്റ് കൂടുതൽ കൊണ്ടാണോ, അല്ലെ സ്കാറ്റർ ചെയ്ത് പോകുന്നതാണോ, ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ എല്ലാം കൂടെ നമ്മളെടുത്ത് ഡിസൈൻ ചെയ്തു എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള എന്തൊക്കെയാണ് നമ്മൾ എഴുതിയ വേരിയബിൾസിനെ നമ്മൾ മെഷർ ചെയ്യാം. അല്ലെങ്കിൽ ഈ വേരിയബിൾസ് ഒക്കെ ശരിയാണ്, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന വേരിയബിൾസ് ശരിയാണ്. കാരണം ഒരുപക്ഷെ ക്യാമറയുടെ ഇത് നമ്മൾ നോക്കുമ്പം അതിനകത്തുള്ള വേറെ ചിപ്പുകൾ അതിൻ്റെ സൗണ്ടുമായിട്ട് ചിലപ്പോൾ ബന്ധം ഉണ്ടാവില്ല. നമ്മൾ എന്തൊക്കെയാണ് കണക്റ്റഡ് എന്നുള്ളതിനെ കുറിച്ച്, അതാണ് മെഷർമെൻറ്റ് ഓഫ് ദി വേരിയബിൾ. ദെൻ അനലൈസ് ദ ഡേറ്റ, കിട്ടിയ ഡേറ്റകളെ നമ്മൾ അനലൈസ് ചെയ്യാം. അപ്പം എന്നിട്ട് നമ്മളതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുക. ആ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ദെൻ ദ റിസൾട്ട്, ദാറ്റ് ഇസ് കോൾഡ് ദ കൺക്ലൂഷൻ പാർട്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു റിസർച്ചിനകത്ത് നോക്കണം. ഇത് കോമൺ ആയിട്ട് റിസർച്ച് ചെയ്യുമ്പോഴും ഇതാണ്. ഫസ്റ്റ് വൺ ഇസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം, ദെൻ ദ ഡിസൈൻ ദ റിസർച്ച്, മെഷർമെൻറ്റ് ഓഫ് ദ വേരിയബിൾ, അനലൈസ് ദ ഡേറ്റ ആൻഡ് കൺക്ലൂഷൻ ഫ്രം ദ റിസർച്ച്. എന്താണ് നമുക്ക് റിസർച്ചിൽ നിന്ന് കിട്ടിയ റിസൾട്ട് എന്താണ്. ഇത്രയാണ് ഒരു റിസർച്ച് ചെയ്യാനായിട്ടുള്ള നമ്മൾ സ്റ്റെപ്സുകൾ. പ്രോബ്ലം സോൾവിങ് ഇതേ സ്റ്റെപ്പുകളാണുള്ളത്. പിന്നെ ഒരു പ്രോജക്റ്റിന് നമ്മൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ സാധാരണഗതിയിൽ എഴുതി ചെയ്യുക, ഹെഡിങ്സ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാം. ദെൻ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്, എന്തൊക്കെയാണ് ചലഞ്ചസ് നമുക്ക് ഉണ്ടാകുക. അപ്പം നമ്മൾ എന്താണ് ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ്, എന്താണ് ഓർഗനൈസേഷൻ എന്തൊക്കെയാണ്, വാട്ട് ഇസ് ദ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ജെൻഡർ ആൻഡ് ചലഞ്ചസ് ആണ്, ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്. ഒരു ഓർഗനൈസേഷനിൽ നമുക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സൈക്കോളജി നമുക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി വളർത്തുമ്പോൾ നമുക്കുണ്ടാകുന്നതായ ഇഷ്യൂസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് സെക്ഷൽ ഹറാസ്മെൻറ്റ്. ഇപ്പം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഏത് ജോലിക്കും, ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ എല്ലാ ജോലിക്കും എല്ലാവർക്കും ചെയ്യാം. അത് ഒരു സെക്സ് ജെൻഡർ പരമായിട്ട് ആണോ പെണ്ണോ എന്നുള്ള വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ ഡിസ്ക്രിമിനേഷൻ ഏത് ജോലിക്കും ഇന്ന ജോലി ഇന്നതാക്കി ചെയ്യാം, ഇന്നതാക്കി ചെയ്യാൻ പാടില്ല എന്നുള്ള തീരുമാനം. കുറേ നാളുകൾക്കൊന്നും നമ്മൾ പറയുമ്പോൾ ട്രക്ക് ഓടിക്കുക, ഹെവി ട്രക്ക്, കാറിൻ്റെ കാര്യമല്ല പറഞ്ഞാൽ ഹെവി ട്രക്ക്, ലോഡ് കയറ്റുന്ന ട്രക്കുകൾ കൊണ്ടുപോകും. ആ ട്രക്കുകൾ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് ഈ ട്രക്കുകൾ ഓടിക്കാനായിട്ട് വലിയ ആൾക്കാരാണ്, അല്ലെ ആണുങ്ങളാണ്, പെണ്ണുങ്ങൾ ഇതിന് കൊള്ളുകയല്ല. അപ്പം ഡിസ്ക്രിമിനേഷനായി.
ഒരു ഇൻഡസ്ട്രിയിൽ ഇന്ന ജോലിക്ക് ആണുങ്ങളും മാത്രമേ പറ്റുള്ളൂ, പെണ്ണുങ്ങളും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തെ പ്രശ്നമാണ്. അപ്പം ആദ്യത്തെ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ്. സെക്കൻഡ് സെക്ഷൽ ഹറാസ്മെന്റ്. സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പീഡിപ്പിക്കുക എന്നുള്ള മാത്രം, അതായത് ശാരീരികമായി സ്പർശനമോ കാര്യങ്ങളോ ഉണ്ടാകണമെന്ന് നമുക്ക് നിർബന്ധമില്ല. എപ്പോഴും സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കയറി പിടിക്കണമെന്നോ അവരെ സെക്ഷലി അബ്യൂസ് ചെയ്യണമെന്നോ നിർബന്ധമില്ല. അവരെ നോട്ടമാകാം, അവരെക്കുറിച്ചുള്ള കമൻറ്റുകളാകാം, അവരുമായിട്ടുള്ള സംഭാഷണങ്ങളാകാം, ഉപയോഗിക്കുന്ന വാക്കുകളുടെ പ്രശ്നങ്ങളാകാം, ഇതൊക്കെ സെക്ഷൽ ഹറാസ്മെൻറ്റിൽ പെടും. ആദ്യത്തെ നമ്മൾ നോക്കുന്ന ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ചില ജോലികൾക്ക് ചിലർക്ക് പറ്റില്ല എന്നുള്ള, അല്ലെങ്കിൽ ചില ജോലികൾക്ക് നമ്മൾ ചിലയ്ക്ക് സ്വാഭാവികമായിട്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ ലേഡീസിനെ വെക്കാനായിട്ട് മടിച്ചിരുന്നു. അത് ശരിയാവില്ല, അവർ രാത്രി നിൽക്കേണ്ടതാണ്. അല്ലെങ്കിൽ ചില ജോലികൾക്ക് നമുക്ക് പെണ്ണുങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നൈറ്റ് ഡ്യൂട്ടി ഉള്ളതാണ്. അപ്പം പെൺകുട്ടികൾക്ക് അത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സെക്ഷൽ ഓർ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അങ്ങനെ മാറ്റുന്നുണ്ട്. എല്ലാവർക്കും ജോലി, ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് എല്ലാവർക്കും എല്ലാ ജോലികളും ചെയ്യാം. ജോലി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അവർക്ക് ശമ്പളം ഈക്വൽ ആയിരിക്കണം. പെണ്ണ് ചെയ്തെന്ന് പറഞ്ഞ് ശമ്പളം കുറവോ ആണ് ചെയ്തെന്ന് പറഞ്ഞ് ശമ്പളം കൂട്ടുവോ പാടില്ല. അത് ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ്. പിന്നെ സെക്ഷൽ ഹറാസ്മെന്റ്, ലൈംഗിക ചൊവ്വയോടുകൂടി നമ്മൾ ഒരാളെ നോക്കുക, ഒരാളുമായിട്ട് സംസാരിക്കുക, ലൈംഗികമായ ചിന്താഗതി ഉണ്ടാക്കുന്നതായ വാക്കുകൾ നമ്മൾ പറയുക. നമ്മുടെ പറച്ചിലിനകത്ത് നീ സുന്ദരിയാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുഴപ്പമുണ്ടല്ലോ, അതിനകത്ത് നിന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വേറെ പലതും തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ഹറാസ്മെന്റ് ആയിട്ട് വേണം നമുക്ക് എടുക്കാം. പിന്നെ വേഷവിധാനങ്ങളിൽ നമ്മൾ അവരെ കുറച്ച് പറയാം, സെൽഫ് ഇമേജിനെ കുറിച്ച് നമ്മൾ പെൺകുട്ടികളോട് പറയുക. ഇതൊക്കെ സെക്ഷൽ ഹറാസ്മെന്റ്. ഫസ്റ്റ് പ്രോബ്ലം എന്ന് വെച്ചാൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് ടോട്ടൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ക്വാളിറ്റി ആൻഡ് ടോട്ടൽ ക്വാളിറ്റി. അപ്പോൾ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ മാത്രമല്ല, ഓവറോൾ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ പ്രശ്നമുണ്ടാകും. നമ്മൾ അടുത്ത ചലഞ്ച് എങ്ങനെയാണ് ക്വാളിറ്റി, എന്താണ് ക്വാളിറ്റി നമ്മൾ ഇമ്പ്രൂവ്, ഈ ക്വാളിറ്റി മാത്രം ഇമ്പ്രൂവ് ചെയ്തപ്പോൾ ഈ ക്വാളിറ്റി ഒരു പ്രോഡക്റ്റ് എത്തുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വരിക. ഇപ്പം നമുക്ക് രണ്ട് ഇത്. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിന് മാത്രം ക്വാളിറ്റി അല്ല, ക്വാളിറ്റി ഉപയോഗിക്കുന്ന കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പം ലാഭം വേണം, സാധനം പുറത്തിറങ്ങണം, കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ വേണം. അതാണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചാലഞ്ച് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ്. ദെൻ ഇംപ്രൂവിങ് ദ സ്കിൽസ്. സ്കിൽസ് ഇംപ്രൂവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതാണ് അടുത്ത ചലഞ്ച്. കാരണം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ വ്യത്യാസമുണ്ടാകും. ഉദാഹരണത്തിന് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുന്ന അതേ സാധനങ്ങൾ കൊണ്ട് വേറെ ആളെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആ മോട്ടിവേഷൻ മാത്രമല്ല, ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഓരോരുത്തരുടെയും സ്കില്ല്, ഓരോ രീതിയിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഇഷ്യൂ. ദെൻ വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി നമ്മൾ മാറുക, ഒരു വർക്കിൽ നിന്ന് വേറെ ഒന്നിലേക്ക് നമ്മൾ മാറുക, അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ വേണ്ടി ഒരേ രീതിയിൽ തന്നെ നമ്മൾ മോണോട്ടണസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകില്ല. കാലാകാലങ്ങളിലുള്ള വ്യത്യാസം ചെയ്യുമ്പോഴേ അത് ആ ഒരു ഇൻഡസ്ട്രി വളരുള്ളൂ. അപ്പം ഒരേ കാലഘട്ടങ്ങളിൽ നമ്മൾ എപ്പോഴും അറിയാം, ഏത് ബിസിനസ് സ്ഥാപനങ്ങളും ഒരെണ്ണത്തിൽ മാത്രം ഊന്നി നിൽക്കുന്ന സ്വഭാവമല്ല ഇപ്പോൾ. ഏതെങ്കിലും ഒന്നല്ല. ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, പല ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും നിന്നുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പക്ഷെ ഇപ്പം വന്നിട്ട് അവർ വേറെ ഡൈവേഴ്സിഫിക്കേഷൻ വന്നിട്ട് ബിൽഡിങ്ങിലേക്ക്, കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് നമ്മൾ തീരുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർക്കിലേക്ക് നമ്മൾ തീരുന്നുണ്ട്. മല്ലയ്യയുടെയൊക്കെ കാര്യം അറിയാം, അവർ ലിക്കറിൽ നിന്ന് പ്ലെയിൻ പറത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കണം. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ കാലത്തിനനുസരിച്ച് മാറ്റം വരുന്ന രീതിയിലുള്ള വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി വേണം. പിന്നെ ഗ്ലോബലൈസേഷൻ ആസ് അനദർ ഇഷ്യൂ.
ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞപ്പം ആൾക്കാരുടെ ഡിമാൻഡ് കൂടി, ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മാറി, അറിവുകളെക്കുറിച്ച് മാറി. ദെൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, വിവരങ്ങളെക്കുറിച്ച് നിമിഷങ്ങൾ കൊണ്ട്, ഇപ്പം അമേരിക്ക നടക്കുന്ന ഒരു കാര്യം 2 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ അത് നടക്കുന്ന അതേ സമയത്ത് നമുക്കിവിടെ അറിയാൻ പറ്റും. അപ്പം ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ അനുഭവിച്ചു തുടങ്ങി. അപ്പം ഒന്നൊരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചോ, അപ്പം ഗ്ലോബലൈസേഷൻ വന്നപ്പം പല സംഗതികളും നമുക്ക് ഇറക്കുമതി ചെയ്യാം എന്നുള്ളത് വന്നു. ഇന്ത്യയിലേക്ക് ഞാൻ പറയുകയാണ്. അപ്പം അവരിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കുണ്ടാകുന്ന വില വ്യത്യാസം, ഇവിടെ ചിലപ്പോൾ വില കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ കോമ്പറ്റ് ചെയ്യണം. ഇതൊരു വലിയൊരു ഇഷ്യൂ ആണ് നമ്മൾ ഉള്ളത്. അപ്പം ഗ്ലോബലൈസേഷനാണ് അനദർ ഇഷ്യൂ. നമ്മൾ ഒരു സംഗതി പഠിച്ചു വരുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് അതിന് മാറ്റം വന്നിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ പറയും നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം എന്ന് പറയും. എംപ്ലോയീസ് എംപവർമെന്റ് ശാക്തീകരണമാണ്. ശാക്തീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയീസ് അതിനു വേണ്ടി ഒരു സെൽഫ് ഇമേജ് കൂട്ടി, സെൽഫ് നോളജ് കൂട്ടി, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കി അവരെ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം ആക്കിയെടുക്കുന്നതാണ് എംപവർമെന്റ് എന്ന് പറയുന്നത്, ശാക്തീകരണം എന്ന് പറയും. അതിനകത്ത് കൂടുതലും നമ്മൾ സെൽഫിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുക. ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടുള്ള കഴിവുകളെ കുറിച്ച്, ഒരു പ്രശ്നത്തെ മനസ്സിലാക്കാനുള്ള കഴിവ്, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ളത്, പിന്നെ സെൽഫായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ്, സ്വയം പര്യാപ്തതയിലേക്ക് വരുത്തുക. അപ്പം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ എംപവർമെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ആ എംപവർമെന്റിനകത്ത് അപ്പം എക്സാമ്പിൾ പെൺകുട്ടികളാണെങ്കിൽ സെൽഫ് എംപ്ലോയീസ് എംപവർമെന്റ്, ഇത് ലേഡി എംപ്ലോയീസിനെ എംപവർ ചെയ്യാൻ. വാട്ട് ആർ ദ ബേസിക് പ്രോബ്ലം? ഏറ്റവും വലിയ ബേസിക് പ്രോബ്ലം നമ്മൾ സെൽഫ് ഇമേജ് ആണ്. അപ്പോൾ സെൽഫ് ഇമേജ് നമ്മൾ വരുത്തുന്നത്, സെൽഫ് ഇമേജ് വരുമ്പോൾ ഡിപ്രഷനിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ നമുക്ക് പോകും. പിന്നെ ഡൊമസ്റ്റിക് വയലൻസ്, പ്രത്യേകിച്ച് പെൺകുട്ടി ഡൊമസ്റ്റിക് വയലൻസ്, അത് ഡൊമസ്റ്റിക് വയലൻസ് വീട്ടിൽ ഉണ്ടാകുന്ന ഭർത്താവിൽ നിന്നുണ്ടാകുന്നതാകാം, മക്കളിൽ നിന്നുണ്ടാകുന്നതാകാം, ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നുണ്ടാകാം. ദാറ്റ് ഈസ് ഡൊമസ്റ്റിക് വയലൻസ്. പിന്നെ ഏർലി മാരേജ്, പെണ്ണുങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം ഏർലി മാരേജ്, നേരത്തെ ഇപ്പം ഇല്ല, നേരത്തെ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ടീനേജ് പ്രഗ്നൻസി, പലപ്പോഴും നമുക്ക് വേണ്ടാതിരിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികളുണ്ടാകുക. അപ്പോൾ അതെന്ന് പറയുന്നത് വേറെ ടീനേജ് പ്രഗ്നൻസി. ദെൻ റേപ്പ്, ഇത് അടുത്തുണ്ടാകുന്ന പറയാം. പിന്നെ ഡൊമസ്റ്റിക് വയലൻസ്, പിന്നെ ഇവിടെ ഉണ്ടാകുന്ന വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് ഇൻ ദ വർക്ക് പ്ലേസ്. ഇതൊക്കെ ഒരു എംപവർമെന്റ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ അവരെ എംപവർ ചെയ്യുകയാണെങ്കിൽ അവരുടെ സെൽഫ് ഇമേജ് നമ്മൾ മാറ്റിയെടുക്കണം, അവരുടെ സെൽഫ് കോൺഫിഡൻസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം, അവരുടെ നോളജ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. എന്ത് ചെയ്യണം എന്ന് അവർക്ക് സ്വയം പര്യാപ്തതയിലേക്ക് വരുന്നതാണ് എംപ്ലോയി എംപവർമെന്റ് എന്ന് പറയുന്നത്. അല്ല, എല്ലാ കാലഘട്ടങ്ങളും ഒരാളെ ആശ്രയിച്ചിരിക്കാതെ മാറ്റത്തിനനുസരിച്ച് മാറി അവിടെ ഇരിക്കുന്ന ജോലിക്കാരെ കുറിച്ച് മനസ്സിലാക്കി അവരെ എംപവർ ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് എംപവർമെന്റ്, എംപ്ലോയി എംപവർമെന്റ്. ദെൻ എത്തിനിക്കൽ, കൾച്ചർപരമായിട്ടുള്ള നമ്മുടെ ഡൈലേമ, ചില കാര്യങ്ങൾക്ക് നമുക്ക് ഫിക്സേഷൻ വരിക. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ പല ജാതി പല മതസ്ഥരുള്ള ഒരു രാജ്യമാണ്. അവിടെ ഏത് ബിസിനസ്സിനും അതിൻ്റെ എത്തിക്കൽ ആയിട്ടുള്ള ഡൈലേമ നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ചില ജോലികൾ അല്ലെങ്കിൽ ചില തരത്തിലുള്ള ബിസിനസ് അവർക്കേ പറ്റുള്ളൂ, അല്ല അതിനകത്ത് വേറെ ആൾക്കാർ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറി. അതിനകത്തൊരു ഉദാഹരണം പറയാനായിട്ടെന്ന് പെട്ടെന്ന് പറയാൻ പറ്റും നമുക്ക് ബ്യൂട്ടി പാർലറാണ്. അപ്പോൾ ഒരു കാലഘട്ടങ്ങളിൽ ബ്യൂട്ടി പാർലർ എന്ന് പറയുന്നത് നടത്തുന്നത് പർട്ടിക്കുലർ കാസ്റ്റ് ആയിരുന്നു. ഇപ്പം അത് മാറി. ഇപ്പോൾ ആരും ഇപ്പം ബ്യൂട്ടീഷ്യൻ, മറ്റേ നമ്മൾ ബാർബർ ഷോപ്പ് എന്നൊക്കെ പറയുന്നതൊക്കെ മാറി സലൂണായി, ബ്യൂട്ടി സലൂണായി. അപ്പം ബ്രൈഡൽ മേക്കപ്പ് അതങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ എത്തിക്കൽ ഡിലൈമ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ഒരാൾക്ക് മാത്രം നടത്തുക അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകൾ നടത്തുന്നത്. പിന്നെ ചേഞ്ച് മാനേജ്മെൻറ്റ്, അടുത്ത നമുക്കൊരു പ്രശ്നം, കാലഘട്ടങ്ങളനുസരിച്ച് ചേഞ്ച് മാനേജ്മെൻറ്റിൻ്റെ ചേഞ്ച് വരും. രണ്ട് രീതിയിലാണ്. മാനേജ്മെൻറ്റ് ആശ്രയിച്ച് നമുക്കൊരു മാറ്റം നടത്താം,
അല്ലെങ്കിൽ ഇൻറ്റേർണലായിട്ട് മാനേജ്മെൻറ്റ് മാറ്റം വരുത്താം, ഓർ അവരുടെ തിങ്കിങ്ങിലുള്ളത് വന്നിട്ട് അങ്ങനെ മാനേജ് ചെയ്ത്, ഓർ ഭരണപരമായിട്ട് അവർ നടത്തുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസമാകാം. ദാറ്റ് ഈസ് കോൾഡ് ദ ചേഞ്ച്. Then work-life balance of the employees. Another ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് work-life balance of the employee. അപ്പോൾ വർക്കും ചെയ്യുന്ന ജോലിയും അവർക്കുണ്ടാകുന്ന ടെൻഷനും അവർക്കുണ്ടാകുന്ന പ്രോഫിറ്റും ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്നത് വർക്ക്-ലൈഫ് ബാലൻസ് ഓഫ് ദ എംപ്ലോയീസ്. ഇത് ഡിജിറ്റൽ വേൾഡ്. കാലം മാറി. ഏതിനും നമ്മൾ വളരെ വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അറിയുന്ന, ഏത് രീതി അറിയുന്ന അങ്ങനെ ഒരു കാലഘട്ടങ്ങളുണ്ട്. ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ മൊബൈൽ ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് എവിടെയെങ്കിലും ഇപ്പം ഇത് തന്നെ ഒരു മൊബൈൽ ഫോൺ നമ്മൾ ഒരു കുറച്ച് നേരത്തേക്ക് നമുക്ക് ഔട്ട് ഓഫ് കവറേജ് ആയി, ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമായി. കിടക്കുന്ന സമയത്ത് നമ്മൾ മൊബൈൽ ഫോൺ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ വേൾഡായി. ഡിജിറ്റൽ വേൾഡ് തന്നെ ഓരോ കാര്യങ്ങൾ ഇത്രയും ഡിജിറ്റൽ ആയതുകൊണ്ട് ഒരു സെക്കൻഡ് കാര്യങ്ങൾ അറിയും, മാറ്റങ്ങൾ വരും. അപ്പോൾ പഴയ രീതിയിലുള്ള കാര്യങ്ങളല്ല വരുന്നത്. ഇപ്പം വായിക്കണം, നമ്മൾ പണ്ട് വായനാശീലങ്ങളെ കുറിച്ച് പറയുക. ഇന്നിപ്പം വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൊബൈലിൽ വായിക്കുന്നുണ്ട്, ഒരു പുസ്തകത്തെക്കുറിച്ച് വായിക്കുന്നത്. ഡിജിറ്റൽ വേൾഡിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ടായി. ദാറ്റ് അനദർ ഇഷ്യൂ ആണ് നമ്മളുണ്ടാകുന്നത്. കാരണം ആരെയും നമുക്ക് ബ്ലഫ് ചെയ്യാനോ ഒരു മാറ്റങ്ങൾ വരുത്താനോ നമുക്ക് സാധിക്കുകയാണ്. അപ്പോൾ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഇങ്ങനെയൊക്കെയാണ്. ഒന്ന് ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ്. ഇത് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് സാധാരണ ഇത് ചോദിക്കും. ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ ചോദിക്കും വാട്ട് ആർ ദ challenges of issue in industrial psychology or industry or group psychology or personal psychology. അതിനകത്ത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, സെക്ഷൽ ഹറാസ്മെൻ്റ് ആണ് ആദ്യത്തേത്. സെക്കൻഡ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ആൻഡ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്താൽ മാത്രം വരാം, അതിനെ മാനേജ് ചെയ്യാൻ ക്വാളിറ്റി വെൽ ബാലൻസ്ഡ് ആയിട്ട് അതിനെ മാനേജ് ചെയ്യാനുള്ളൂ. ദെൻ എംപവറിങ് ദ സ്കിൽസ് ഓഫ് ദ എംപ്ലോയീസ്, സ്കിൽസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്, സ്കിൽസ് ഓഫ് ദ മിഷ്യൻസ് എന്ന് പറയുന്നത്. നമ്മൾ സ്കില്ലെന്ന് പറയുമ്പോൾ ഒരു കാര്യം മാത്രമല്ല ഉപയോഗിക്കുന്നത്, പിന്നെ അതിനെ ഉപയോഗിക്കാനുള്ള ടെക്നോളജി അല്ലെങ്കിൽ അതിന് ഉള്ള കഴിവുകളെ കുറിച്ചാണ് നമ്മൾ സ്കിൽസ് എന്ന് പറയുന്നത്. ദെൻ വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി, ബിസിനസിൻ്റെ പല തലങ്ങളിലേക്കുള്ള വളർച്ച. ദെൻ ഗ്ലോബലൈസേഷൻ. ദെൻ എംപ്ലോയി എംപവർമെൻറ്റ്, എങ്ങനെ ഒരു എംപ്ലോയിയെ എംപവർ ചെയ്യാം. ദെൻ എത്തിക്കൽ ഡിലൈമ. ദെൻ ചേഞ്ച് മാനേജ്മെൻറ്റ്, വർക്ക് പ്ലേസ് ബാലൻസ് ഓഫ് ദ എംപ്ലോയീസ്, ദെൻ ഡിജിറ്റൽ വേൾഡ്. ഇത്രയുമാണ് നമ്മൾ ഇതിനകത്തുണ്ടാകുന്ന ഇഷ്യൂസും ചലഞ്ചസും സാധാരണഗതിയിൽ നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ നേരിടുന്നത്. ദെൻ ഇൻഡിവിജ്വൽ പ്രോസസ്സ്. അപ്പോൾ ഏറ്റവും വലിയ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ പ്രോസസ്സിനകത്ത് ഫസ്റ്റ് വൺ ഇസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ ലെവൽ പ്രോസസ്സിങ്. അപ്പോൾ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പിൽ എംപ്ലോയീസിൻ്റെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വളരെ മെക്കാനിക്കലായിട്ട് നമ്മൾ മാറിപ്പോകും. അപ്പം ഇഷ്ടമുള്ളൊരു ജോലി ഇഷ്ടമുള്ള രീതിയിൽ സ്വാതന്ത്ര്യമായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം. അപ്പം നമ്മുടെ ഹൈ പൊട്ടൻഷ്യലിൽ നമ്മൾ കഴിവുള്ള എല്ലാ കഴിവുകളും നമ്മൾ ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഫസ്റ്റ് ഇൻഡിവിജ്വൽ ലെവൽ പ്രോസസ്സിനകത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പം ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജോലി ചെയ്യുന്നത് മാത്രമല്ല, അതുകൊണ്ടുള്ളത് മാനസികമായ ഇത് മാത്രമല്ല. ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പം ഒഫീഷ്യലി ആയിട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിലെ ഒരു കൂൾനെസ് നമുക്കുണ്ടാകും. അവിടെ ഒരു എംപ്ലോയിക്ക് ജോലി ചെയ്യാൻ പോകാനുണ്ട്. ജോലി കഴിയുമ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്ത ഒരു സാധനം അതിൽ ഗുണകരമായല്ലോ എന്നത്. ദാറ്റ് ഇസ് കോൾഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ടാണ് പലർക്കും പല ജോലിയിലും നിൽക്കാൻ പറ്റാത്തത്. കാരണം ജോബ് സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും നമ്മൾ ചോദിക്കുന്നത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഏറ്റവും അത്യാവശ്യം ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇത് എമോഷണൽ റെസ്പോൺസ് ടു എ ജോബ്. വൈകാരികമായ ആ ജോലിയോടുള്ള നമ്മളെ പ്രതികരണം അല്ലെങ്കിൽ സമീപനമാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഒരു കാര്യത്തോട് അല്ലെങ്കിൽ ജോലിയോട് നമുക്ക് വൈകാരികം എമോഷണലി തോന്നുക. ഇതൊരു ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ദാറ്റ്സ് ആക്ച്വലി അതെന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പം ജോബ് സാറ്റിസ്ഫാക്ഷന് ഒന്നും എമോഷണൽ റെസ്പോൺസ് തമ്മിൽ കണക്റ്റഡ് ആണ്. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ എമോഷണൽ റെസ്പോൺസ് ഉണ്ടാകും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാകുമ്പോൾ ഈ ഒരു ജോലി കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്
That is called job satisfaction. Then working environment means job satisfaction needs the expectation of the employees. അപ്പം ചുറ്റുപാടുകൾ നമുക്ക് നന്നായിരിക്കണം. അപ്പോൾ ഓരോ വ്യക്തികളും ഏതെങ്കിലും ജോലി ചെയ്യുമ്പം ആ ജോലി ചെയ്യാനായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ചുറ്റുപാടുകളും ജോലിയും അതുകൊണ്ടാകുന്ന മാനസികമായ നിലയാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡിവിജ്വൽ ലെവലിൽ പറയുന്നത്. അപ്പോൾ ഈ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ എംപ്ലോയീസിൻ്റെ നീഡും ആ ഇൻഡസ്ട്രി നമ്മൾ വായിച്ചിരിക്കണം, സാറ്റിസ്ഫാക്ഷൻ ചെയ്തിരിക്കണം. അപ്പം നമ്മൾ ഓരോരുത്തരും അവിടെ വർക്ക് ചെയ്യുമ്പം അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണമെങ്കിൽ സാമ്പത്തികം മാത്രം പോരാ. ഓഫ് കോഴ്സ് ഫിനാൻസ് ഒരു ഇത് സാറ്റിസ്ഫാക്ഷൻ ആവശ്യമാണെങ്കിൽ ഇവിടെ ഓരോ ജോലിയും കഴിയുമ്പോൾ ഓരോ വ്യക്തികളും പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ നടന്നിരിക്കണം. അതായത് ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര സാലറി വേണം, ഇന്ന രീതി വേണം. അപ്പം ഈ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമ്മുടെ ഒരു ഇൻഡസ്ട്രി വളരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഓവറോൾ നമ്മളൊരു ഇവാലുവേഷൻ നടത്തുക. ഈ ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഈ ജോലി അതെങ്ങനെയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ജോലി നിങ്ങൾ ചെയ്യുന്നു, അങ്ങനെ നമ്മളൊരു ഇവാലുവേഷൻ നമ്മൾ നടത്താം. ദിസ് അസെൻസ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. എന്തൊക്കെയാണ് ജോബ് സാറ്റിസ്ഫാക്ഷന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ? ഒന്ന്, ഏജ് ആൻഡ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. സാധാരണ ഏജ് കൂടുമ്പം നമ്മളൊരു ജോലിയിൽ തന്നെ ഇരിക്കുക ആണെങ്കിൽ ഏജ് കൂടുമ്പം അത് പ്രശ്നമാകും. അപ്പം എക്സ്പീരിയൻസ് അനുസരിച്ച് സീനിയർ ആൾക്കാർ മാറി ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഏജ് പ്രോസസ്, അതായത് ഒരു ഓഫീസിന് ഒരു എംപ്ലോയി 60 വയസ്സായിരുന്നിരിക്കട്ടെ, ആൾക്ക് ഒരു 10-50 വയസ്സിൻ്റെ ഒരു ജോലിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് അവിടെ തന്നെ ഇരിക്കുകയാണ്. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ഇത്രയും പ്രായമായി, ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിഞ്ഞ് ജീവിച്ചാൽ പ്രശ്നമാകും. അപ്പോൾ ഏജിനനുസരിച്ചും വർക്ക് എക്സ്പീരിയൻസും അനുസരിച്ച് നമ്മൾ മാറ്റിക്കൊണ്ടിട്ട് അപ്പോഴാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാവുക. ദെൻ ജെൻഡർ. അപ്പം ജെൻഡർ ഈ ജോബ് സാറ്റിസ്ഫാക്ഷനുള്ള ഒരു പ്രശ്നമാണ്. കാരണം ചില ജോലികളും ചില കാര്യങ്ങളും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരും. അനദർ ജെൻഡർ. ദെൻ ഒക്യുപ്പേഷണൽ ലെവൽ. അപ്പോൾ ഓരോ ലെവലിലും എന്തൊക്കെയാണ് നമുക്ക് അതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അത് അടുത്തൊരു പ്രശ്നം നമ്മൾ നേരിടുന്നത്. കാരണം പ്രൊമോഷൻ കൊടുക്കണം, ഇത്ര നാൾ ചെയ്യുമ്പോഴത്തേക്ക് പ്രൊമോഷൻ കൊടുക്കണം. പ്രൊമോഷൻ കൊടുക്കുമ്പോഴേക്ക് അതിനനുസരിച്ച് നമുക്ക് അയാളെ ഇൻകം കിട്ടണം. ഓക്കെ. അപ്പോൾ ഏജും എക്സ്പീരിയൻസും പിന്നെ ജെൻഡർ. പിന്നെ അതുകൊണ്ടാണ് ജെൻഡറിനകത്ത് എപ്പോഴും നമ്മൾ പറയുന്നത്, ജെൻഡറിനകത്ത് ആൺ പെൺ ഭേദമില്ല, എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാം. മറ്റേ ജെൻഡർ അനുസരിച്ച് ഇന്നത് ചെയ്യാൻ പാടില്ല. ഒരു ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ തീരുമാനിച്ചു, വീട്ടിലെ ജോലികളെല്ലാം പെണ്ണുങ്ങൾ ചെയ്യട്ടെ, പുറത്തുനിന്ന് കാശുണ്ടാക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം. അപ്പോൾ ഇത് ജെൻഡർ ഡിഫറൻസ് ആണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ജോലി ഇതാണ്, പെണ്ണുങ്ങൾ വീട്ടിലേക്ക് ഇരുന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കി അവരവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതൊരു പറയും. പിന്നെ ഒക്യുപ്പേഷണൽ ലെവൽ. ഓരോ ലെവലിലും ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ദെൻ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ദാറ്റ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ. വിദ്യാഭ്യാസത്തിനനുസരിച്ച് ജോബ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കൊടുക്കേണ്ടി വരും. ആ ജോബ് സാറ്റിസ്ഫാക്ഷൻ വരുമ്പോഴേ എഡ്യൂക്കേഷന് വാല്യൂ ഉണ്ടാവുള്ളൂ. That is what that education. The next one is called personality. ഓരോ പേഴ്സണാലിറ്റി അനുസരിച്ചാണ് ഓരോരുത്തർക്കും ഇതിനകത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുക. ഓരോ വ്യക്തികൾ A-B എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട്. യുങ്ങിൻ്റെ ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട്. അപ്പം ആ പേഴ്സണാലിറ്റി അനുസരിച്ച് ഓരോരുത്തർക്കും ജോബ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ചെയ്യണം. ആ നീഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ കൾച്ചറൽ ഫാക്ടേഴ്സ്. അടുത്തത് നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കൾച്ചറൽ ഫാക്ടേഴ്സാണ്. ചില കൾച്ചറുകൾ. അപ്പം നമ്മൾ ആ ജോബ് കൾച്ചർ എന്ന് പറയുന്നത് ജോബ് കൾച്ചർ ഫാക്ടേഴ്സ് ആണ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഓരോ കൾച്ചറുണ്ട്, ഒരു ജോബിൻ്റെ ഒരു കൾച്ചറുണ്ട്. വർക്ക് സിറ്റുവേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. വർക്ക് സിറ്റുവേഷൻ സാഹചര്യങ്ങളുമായിട്ടുള്ള ആ സാഹചര്യത്തുമായിട്ട് ചേരുക. ദെൻ ദ വർക്ക് ഇറ്റ്സെൽഫ്. വർക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാനായിട്ടുള്ളത്. അതായത്
ഈ വർക്കിനോട്, ഈ പർട്ടിക്കുലർ വർക്കിനോട് എനിക്കുള്ള സ്നേഹം, അല്ലെ പർട്ടിക്കുലർ സ്നേഹം എന്നുള്ള വർക്ക് ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു വലിയൊരു ഒരു ഇതാണ്. ഏത് ജോലി ആർക്കും ഇഷ്ടപ്പെടുന്നു, ഓരോരുത്തർക്കും ഓരോ ജോലിയാണ്. പറയുമ്പോഴേക്കും നമ്മൾ പറയും തുല്യ ജോലി, തുല്യ വേതനം, തുല്യ സമയം എന്നൊക്കെ പറയും. ഏത് ജോലിയും എല്ലാവർക്കും ചെയ്യാവുന്നത്. പക്ഷെ നമുക്ക് തന്നെത്താൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് വർക്ക് ഇറ്റ്സെൽഫ്. ആ ജോലിയാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. ആ ജോലി ഏതാണോ അതാണ് നമുക്ക് സാറ്റിസ്ഫൈ. ദെൻ പേ, സാലറി. അപ്പം ചെയ്യുന്ന ജോലിക്ക്, ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു KSRTCയിൽ ഒരു ബഹളം ഉണ്ടാകുന്നത് കണ്ടു. അപ്പോൾ അന്ന് അവർ പറഞ്ഞ് KSRTCയിൽ 710 രൂപയാണ് സാലറി കിട്ടുക. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് പർട്ടിക്കുലർ സ്ഥലം വരെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയാൽ കിട്ടുന്ന പേ എന്ന് പറയുന്നത് 720 രൂപ. അപ്പോൾ അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം നിർബന്ധമില്ല. പിന്നെ മറിച്ച് അവർ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേ ഒരുമിച്ച് കിട്ടും എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ഒരു ദിവസം 700 രൂപയാണെങ്കിൽ നമ്മൾ 30 ദിവസം വർക്ക് ചെയ്യുമ്പം 21,000 രൂപയായി. അപ്പം ഈ ജോബിനനുസരിച്ച് പേ കിട്ടുന്നുണ്ട്. അപ്പോൾ പേ എന്ന് പറയുന്നത് അടുത്ത ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളതാണ്. ദെൻ പ്രൊമോഷൻസ്. ഓരോ കാലഘട്ടങ്ങളിലും ആൾക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കും. അതാണ് 3 വർഷം അല്ലെ 5 വർഷം 7 വർഷം പെർഫോമൻസ് എടുത്തിട്ട് നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നു. അപ്പോൾ പ്രൊമോഷൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് അനദർ തിങ് ആണ്. ദെൻ സൂപ്പർവിഷൻ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ജോലി നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് അത് ജോബ് സാറ്റിസ്ഫാക്ഷൻ്റെ പ്രാധാന്യം. അൺനെസറി നമ്മുടെ സബോർഡിനേറ്റ്സിനെ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സൂപ്പർവിഷൻ മോശമായിരിക്കും, നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ല. ദെൻ വർക്ക് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പ് നമ്മൾ തിരിഞ്ഞ് വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഓരോ വർക്കിലും ഓരോ ഗ്രൂപ്പ് നമ്മൾ വർക്ക് ചെയ്യുന്നു. ആ ഗ്രൂപ്പിൻ്റെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ജോബ് സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണ്. നല്ല ഗ്രൂപ്പ്, നമ്മളെപ്പോഴും പറയും നല്ല ഗ്രൂപ്പുകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. നമ്മുടെ ഹയർ അതോറിറ്റി നമ്മൾ നമ്മൾ ലോവറിൽ നിൽക്കുന്ന നമ്മൾ ആൾക്കാർ നല്ലതാണ്. അപ്പോൾ അതാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എടുത്തത്. ദെൻ വർക്കിംഗ് കണ്ടീഷൻ. ഓരോ ജോലികൾക്കും ഓരോ കണ്ടീഷൻസ്. ഇപ്പം അറ്റ് പ്രസന്റ് കണ്ടീഷൻ നമ്മൾ വളരെ ചൂട് കൂടിയ ഒരു കാലാവസ്ഥയിൽ ജീവിക്കുക. അപ്പോൾ ഈ ചൂട് കൂടിയ കാലാവസ്ഥ ജീവിക്കുമ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു ഇപ്പം വേനൽക്കാലമായതുകൊണ്ട് അല്ലെങ്കിൽ കൂടിയ താപനില അനുഭവിക്കും എന്നുള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ആൾക്കാരെ വർക്ക് ചെയ്യാൻ പാടില്ല. അപ്പം വർക്കിംഗ് കണ്ടീഷൻ നമ്മൾ മാറ്റി. അപ്പോൾ അതിന് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് ജോബ് പെർഫോമൻസ്. എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യും, ഓരോരുത്തരുടെയും പെർഫോമൻസിനനുസരിച്ച് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ എത്ര മണിക്കൂർ ചെയ്യുന്നു, ഏത് ചെയ്യുന്നതിനെക്കാളും ആ ജോബ് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫോമൻസ്, അതിന് കിട്ടുന്ന റിസൾട്ടാണ് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ദെൻ വിഡ്രോവൽ ബിഹേവിയർ. പലപ്പോഴും പല ജോലിയിൽ നിന്നും പിന്മാറാനുള്ള ബിഹേവിയർ തരും. അത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തപ്പോഴാണ്. ജോബ് സാറ്റിസ്ഫാക്ഷൻ തരുമ്പോൾ അങ്ങനെയുള്ള ബിഹേവിയർ ഉണ്ടാകുകയില്ല. ദെൻ വർക്ക് പ്ലേസ് ഡീവിയൻസ്. എപ്പോഴും വർക്കിംഗ് എൻവയോൺമെൻ്റ് എന്ന് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷന് അവർ ചെയ്യുന്ന ജോലിയുടെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്, വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അവിടുത്തെ ഡീവിയൻസ് എന്ന് പറയുന്നത് അവിടെ വരുന്ന വ്യതിയാനങ്ങൾ അവരെ ബാധിക്കുന്നതാണ്. അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ ഇൻഡസ്ട്രിയിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം വളരെ നിസ്സാരമാണ്. വർക്ക് ഡീവിയൻസും ഈ ജോബ് പെർഫോമൻസൊക്കെ കൂട്ടാൻ വേണ്ടി ഇവർ പറയുന്നത് രാവിലെ വളരെ സിമ്പിൾ ഒരു ടെക്നോളജിയാണ് അവർ ഉപയോഗിക്കുന്നത്. രാവിലെ നേരത്തെ വരുന്ന ആൾക്കാർക്ക് കാർ പാർക്കിംഗ് ഫ്രീ ആണ്. ഒരു പർട്ടിക്കുലർ സമയത്തിന് മുമ്പ് വരുന്ന ആൾക്കാർക്ക് കാർ പാർക്കിംഗ് ഫ്രീ ആണ്. അവിടെ നമ്മൾ ജോലി ചെയ്യാൻ പോകുമ്പം ആ പ്ലേസിൽ കാർ പാർക്കിങ്ങിന് പൈസ കൊടുക്കണമെങ്കിൽ ആ ഇൻഡസ്ട്രിയിലെ ആൾക്കാർ പറയാം ഇവിടെ കാർ പാർക്കിംഗ് ഇല്ല, അപ്പം നേരത്തെ വരണം. അപ്പം നേരത്തെ വരുമ്പോഴത്തേക്ക് അവരടുത്ത് പറയുന്നത് നേരത്തെ വരുന്ന ആൾക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ. അപ്പോൾ ആദ്യം വർക്ക് പ്ലേസിലുള്ള ആ ബിഹേവിയർ ജോബ് പെർഫോമൻസ് കൂട്ടാൻ, സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ വേണ്ടി അപ്പം രാവിലെ വരുന്ന ഒരാൾക്ക് 2 കാര്യത്തിനകത്ത് നമുക്ക് ഗുണം കിട്ടും. ഒന്ന് കാർ പാർക്കിംഗ് ഫ്രീ ആയിട്ട് കിട്ടും, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അപ്പം സാധാരണഗതിയിൽ അവർ നേരത്തെ ഒരു 9 മണിക്കാണ് നമ്മൾ വർക്ക് തുടങ്ങുന്നതെങ്കിൽ ഈ 2 ഉണ്ടെങ്കിൽ ആൾക്കാർ നേരത്തെ വരും. അപ്പം ഒരു 8 മണിക്ക് വരും. അപ്പോൾ ഇവർ കൊടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു, കാർ പാർക്കിംഗ് കൊടുത്തു.
അപ്പം 4 ഡോളറാണ് അവർ ചിലവാക്കുന്നത്. ഉദാഹരണം പറയാം, $4 ആണെങ്കിൽ നമ്മൾ 9 മണിക്ക് ജോലിക്ക് കയറുന്ന ഒരാൾ നേരത്തെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് 8:30 വന്ന് കയറിയാൽ അരമണിക്കൂറിന് $4 ഇവർക്ക് ലാഭമാണ്. അപ്പം കമ്പനിക്ക് ലാഭമാണ്. കാരണം എന്താ വെച്ചാൽ 1 മണിക്കൂറിന് $8 കൊടുക്കണമെങ്കിൽ അവർ 9 മണിക്ക് വരുന്നു, 10 മണിക്ക് വരുന്ന 9 മണിക്ക് വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ കൂടുതൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ $4 കമ്പനിക്കാണ്. എംപ്ലോയീസിന് എന്താ ജോലി? അവർക്ക് 2 കാര്യത്തിൽ, ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, ഒന്ന് കാർ പാർക്കിംഗ് കിട്ടും. അപ്പം ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി കമ്പനിക്ക് പ്രൊഡക്ഷൻ കിട്ടും. അപ്പോൾ വർക്ക് പ്ലേസ് ഡീവിയൻസ് ഓരോ രീതി ചെയ്യുന്നതാണ്. സേഫ്റ്റി പെർഫോമൻസ്, ദാറ്റ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ദ വർക്ക് പ്ലേസ്. പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സേഫ്റ്റി പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇതാണ്. അവരുടെ സേഫ്റ്റി എപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം. ദെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മാനേജ്മെൻറ്റ്, ദ എൻഡ് റിസൾട്ട് പോകുന്നിട്ട് ദ കസ്റ്റമറാണ്. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് അടുത്ത നമ്മുടെ ജോബ് സാറ്റിസ്ഫാക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. ദെൻ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ. ഇതെല്ലാം ചെയ്യുമ്പോൾ ദ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് യു മസ്റ്റ് ഹാവ് എ സാറ്റിസ്ഫാക്ഷൻ ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. നമുക്ക് എന്തൊക്കെയാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒന്ന് നോക്കാം. അപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഓഫ് എന്ന് പറയുന്ന ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇതൊരു എമോഷണൽ റെസ്പോൺസ് ആണ്. ചുറ്റുപാട് എമോഷണൽ ആയിട്ടുള്ള ചിന്താഗതിയാണ്. പിന്നെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് മീൻസ് ചുറ്റുപാടുകളും അല്ലെങ്കിൽ ജോലിയും തമ്മിലുള്ള പ്രതീക്ഷകളും അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു ബാലൻസും ഉണ്ടാകണം. അതിന് ഒരു എവാലുവേഷൻ ഓഫ് ദ ജോബ്, ജോലിയും ഓർഗനൈസേഷനുമായിട്ടാണ്. അപ്പോൾ ഇത്രയും ലെവലാണ് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പറയുന്നത്. ജോബ് സാറ്റിസ്ഫാക്ഷൻ അല്ലുമ്പോൾ അതിനകത്ത് ഏജ് പ്രശ്നമാണ്, വർക്ക് എക്സ്പീരിയൻസ് അതിനകത്ത് പ്രശ്നം കൊടുക്കാം, ജെൻഡർ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒരു ഘടകമാണ്, ഒക്യുപ്പേഷൻ ലെവൽ, ഏത് ലെവലിൽ ജോലി ചെയ്യുന്നു അതൊരു ഇതാണ്, ഒരാളുടെ വിദ്യാഭ്യാസം എത്രയാണ്, ഒരാളുടെ പേഴ്സണാലിറ്റി എന്താണ്, കൾച്ചറൽ ഫാക്ടേഴ്സ് എന്താണ്, ദെൻ വർക്ക് സിറ്റുവേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഒരു ചുറ്റുപാടുകളും അവനും തമ്മിലുള്ള എന്താണ്, ദെൻ വർക്ക് ഇറ്റ്സെൽഫ്, ജോലി തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ പ്രശ്നമാണ്. ദെൻ പേ, ദാറ്റ്സ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. പേ, ഒരു ചെയ്യുന്ന ജോലിക്ക് തുല്യമായ കൂലി എന്നുള്ളത്. ദെൻ പ്രൊമോഷൻസ്, ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ കൊടുക്കുന്ന പ്രൊമോഷൻസ് അവരെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. ദെൻ സൂപ്പർവിഷൻ, അപ്പം മാനേജർ സൂപ്പർവിഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം എന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ സൂപ്പർവിഷൻ നിൽക്കുന്ന ആൾക്കാർ സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ള സൂപ്പർവിഷനാണ് നമ്മൾ നോക്കണം. ഓട്ടോക്രാറ്റിക് ആണോ, ഡെമോക്രാറ്റിക് ആണോ, ലേസി ഫെയർ ആണോ? അപ്പോൾ സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഉത്തരവാദിത്തമായിട്ട് എടുക്കുന്നുണ്ടോ, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ, മറ്റുള്ളവർക്ക് സ്ട്രെസ് കൊടുക്കുന്നുണ്ടോ, സ്ട്രെസ് കൊടുക്കാതെയാണ് ജോലി ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ വരും. ദാറ്റ് ഇസ് കോൾഡ് സൂപ്പർവിഷൻ ഭാഗം. ദെൻ വർക്ക് ഗ്രൂപ്പ്, ഏത് ഗ്രൂപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു, ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പിൽ ഓരോ ഗ്രൂപ്പും അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ, ഏത് കണ്ടീഷനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, വർക്കിംഗ് എൻവയോൺമെൻറ്റ് എങ്ങനെയുണ്ട്, ആ എൻവയോൺമെൻറ്റിൽ സ്ട്രെസ് അധികം അനുഭവിക്കുന്നതാണോ, അല്ല സ്ട്രെസ് കുറവാണ്. ചിലപ്പോൾ എപ്പോഴും ഓവർ പ്രൊഡക്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ കണ്ടീഷൻ വർക്ക് പ്രഷർ എടുക്കും, അപ്പോൾ കണ്ടീഷൻ മോശമാണ്. അപ്പം എന്നാൽ മോട്ടിവേഷൻ, അടുത്ത മോട്ടിവേഷൻ ഉണ്ട്. ഒരു ലെവൽ ഓഫ് മോട്ടിവേഷൻ, ഓവർ മോട്ടിവേഷനും ബിലോ മോട്ടിവേഷനും ഉണ്ട്. അതായത് മോട്ടീവ്സ് നമ്മൾ കൊടുക്കുന്ന ജോലിയെക്കാട്ടും കൂടുതൽ നമ്മൾ എവിടെയാണ് വർക്കിംഗ് കണ്ടീഷൻ ഇൻസെൻറ്റീവ്സ് ഒക്കെ നമ്മൾ കൊടുക്കും. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഇൻസെൻറ്റീവ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ദെൻ നമ്മൾ പറയുന്നത് ജോബ് പെർഫോമൻസ്, ഒരാളുടെ പെർഫോമൻസ് നമുക്ക് അനുസരിച്ച് നമുക്ക് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കാണാം. ദെൻ വിഡ്രോവൽ ബിഹേവിയർ, പലപ്പോഴും ഒരു വിഡ്രോവൽ ബിഹേവിയർ, ഒരു കാര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു ജോബ് ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ ആൾക്കാർ പുറകോട്ട് വരുന്നത് കാണാം. ദെൻ വർക്ക് പ്ലേസ് ഡീവിയൻസ്, ദാറ്റ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ്. ഒരു വർക്ക് പ്ലേസിൻ്റെ മാറ്റങ്ങൾ, അതൊക്കെ എപ്പോഴും ജോബ് സാറ്റിസ്ഫാക്ഷൻ ബന്ധമാണ്. ദെൻ സേഫ്റ്റി പെർഫോമൻസ്, ഈ സേഫ്റ്റി പെർഫോമൻസ് നമ്മൾ പറയുമ്പോൾ കൺസ്ട്രക്ഷനാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു എംപ്ലോയിയുടെ സേഫ്റ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പല രീതിയിൽ നമുക്കൊരു സേഫ്റ്റി പെർഫോമൻസ് ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകാം. ലോഡിങ് അൺലോഡിങ്ങിലുണ്ടാകാം, ടൂൾസ് ആൻഡ് മെഷീൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാം, ഇലക്ട്രിസിറ്റിയും നമുക്കുണ്ടാകാം, ഫയറിയും നമുക്കുണ്ടാകാം. അപ്പോൾ പല കാര്യങ്ങളും. അപ്പോൾ സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു ആ കൺസ്ട്രക്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ അനുസരിച്ച് നമ്മൾ സേഫ്റ്റി പെർഫോമൻസ് നമ്മൾ കൊടുക്കണം. ഇപ്പം ഗവൺമെൻറ് സേഫ്റ്റി പെർഫോമൻസിനെ കുറിച്ച് ഒരു റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടതായ
നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ സേഫ്റ്റി ഓരോ എന്തൊക്കെ സേഫ്റ്റിയാണ് ഓരോ സ്ഥലങ്ങളിലും ചെയ്യേണ്ടത് എന്താണെന്നുണ്ട്. ഓരോ മിഷൻ ഉപയോഗിക്കുക, മിഷൻ എന്തെങ്കിലും അപകടം വരാതിരിക്കാനുള്ള സേഫ്റ്റി പെർഫോമൻസ് എന്തൊക്കെ വേണം. ഒരു വർക്ക് പ്ലേസിൽ കയറുമ്പോൾ മുതൽ എംപ്ലോയീസ് ഇറങ്ങുന്നത് വരെ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എടുക്കണം. ദാറ്റ് ഈസ് കോൾഡ് സേഫ്റ്റി പെർഫോമൻസ്. Then customer satisfaction, the most important thing in industry is the customer satisfaction. ഒരു സംഗതി നടത്തി കഴിയുമ്പോൾ അതിൻ്റെ അവസാന കണ്ണി എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരുന്നു. ദെൻ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ചെയ്യുന്ന എംപ്ലോയറുടെയും ചെയ്യുന്ന കുടുംബങ്ങളുടെയും ഞാനൊരു ജോലി ചെയ്തിട്ടുമ്പോൾ എൻ്റെ കുടുംബത്തിനുണ്ടാകും അതാണ്. ദെൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ നോക്കണം. അപ്പം എന്താണ് ഒരു ഇൻഡസ്ട്രി, ഓർഗനൈസേഷൻ എന്താണ്, ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് വ്യക്തികൾക്ക് അത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്, ഓർഗനൈസേഷൻ എന്താണ്, ഓർഗനൈസേഷൻ സൈക്കോളജിൻ്റെ ജോലി എന്താണ്, ആ ഓർഗനൈസേഷൻ ബിഹേവിയർ എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം, അതിനകത്ത് ഓരോ വ്യക്തികൾക്ക് എങ്ങനെ നമുക്ക് പെർഫോം ചെയ്യാം. ആ ഇൻഡസ്ട്രിയുടെ ഓവറോൾ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും പ്രോഫിറ്റിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്കൊരു ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഇൻഡസ്ട്രി നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ഓരോ ഇൻഡിവിജ്വൽ എങ്ങനെയാണ്, ഗ്രൂപ്പ് എങ്ങനെയാണ്, അതിനകത്ത് ഇപ്പോൾ നമ്മൾ പഠിച്ച ഇൻഡിവിജ്വൽ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ ഉണ്ടാകാം, ആ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഇതിനകത്ത് ഇൻഡസ്ട്രിയിൽ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത്, അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഓവറോൾ നമ്മളൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക, അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്ന അതിനകത്തുള്ള എന്താണ്, എന്താണ് ഈ ഇൻഡസ്ട്രി സൈക്കോളജി നമുക്ക് എന്തൊക്കെയാണ് തരുന്നത്, ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെ നമുക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യണം, ആ സെലക്ഷൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം കൂടെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സുകൾ നമ്മൾ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിച്ച ഇൻഡസ്ട്രി എന്താണ്, ആ ഇൻഡസ്ട്രിയുടെ ഉണ്ടാകുന്ന നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം എന്തൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ്. ഓർഗനൈസേഷൻ ബിഹേവിയർ എന്താണ്, ദെൻ വൊക്കേഷണൽ കരിയർ കൗൺസിലിംഗ് എന്താണ് ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ നടത്തുക, എന്താണ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻഡസ്ട്രിയിൽ ഉള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഒരു ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്, എന്തൊക്കെ സ്റ്റെപ്സാണ് ഒരു ഇൻഡസ്ട്രിയൽ റിസർച്ചിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ദെൻ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന നമ്മൾ ഇഷ്യൂസ് ചലഞ്ചസ് എന്തൊക്കെയാണ്, then issues challenges employees in the empowerment, ethical dilemma, change in management, workplace balance of the employees എന്താണ്, ഡിജിറ്റൽ വേൾഡ് എന്താണ്, ദെൻ ഇൻഡിവിജ്വൽ ലെവൽ പ്രോസസ്സിങ് നമ്മളാണ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അത് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇത് കൂടുതൽ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ സൈക്കോളജിക്കലി ജോബ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കൂടുതൽ നമ്മൾ നോക്കുന്നുള്ളത്. എമോഷൻ എന്താണ്, ഇത് വർക്ക് പ്ലേസിലുള്ള എൻവയോൺമെൻറ്റ് എങ്ങനെ ചെയ്യുന്നു, ജോബും ഓർഗനൈസേഷൻ നമ്മൾ റിലേഷൻഷിപ്പ് എങ്ങനെ ചെയ്യണം, അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പ്രോബ്ലം നമ്മൾ കാണുന്നത്, ഏജ്, ജെൻഡർ, ഓക്യുപ്പേഷൻ ലെവൽ, എഡ്യൂക്കേഷൻ ലെവലിലുള്ള പ്രോബ്ലങ്ങൾ, പേഴ്സണാലിറ്റിയിലുള്ള കൾച്ചറൽ ഫാക്ടേഴ്സ്, ദെൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ, വർക്ക് സിറ്റുവേഷൻസ്, ദ വർക്ക് ഇറ്റ്സെൽഫ്, ദെൻ പേ, പ്രൊമോഷൻസ്, സൂപ്പർവിഷൻ, വർക്ക് ഗ്രൂപ്പ്, വർക്കിംഗ് കണ്ടീഷൻ, ദെൻ ജോബ് പെർഫോമൻസ്, then withdrawal behavior, workplace deviance, then safety performance, customer satisfaction management, life satisfaction. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഇതിനകത്ത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ജോബ്, ഏതൊക്കെ ലെവൽ, ഏതൊക്കെ കമ്പോണൻസ് ആണ് നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ നോക്കുക. ജോബ് സാറ്റിസ്ഫാക്ഷൻ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാൻ വാട്ട് മീൻ ബൈ ജോബ് സാറ്റിസ്ഫാക്ഷൻ, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ആർ അഫക്റ്റിംഗ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് ചോദിക്കാറുണ്ട്. അത് നമ്മൾ നോക്കണം. അപ്പം അടുത്ത ക്ലാസ്സുകളിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ അടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് പഠിക്കാം. അപ്പം ഈ ക്ലാസ്സിൽ എല്ലാവർക്കും നന്ദിയുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ
നമ്മൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പം ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി. താങ്ക് യു വെരി മച്ച്. നന്ദി.